മലപ്പുറത്തിൻ്റെ മനസ്സിലെ കലണ്ടറിൽ ഇരുണ്ടക്കങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ തീയതിയാണ് 2019 ഓഗസ്റ്റ് 8. പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ പുത്തപ്പൻ കുന്നിൽ ഉരുൾപൊട്ടി 59 ജീവനുകൾ നഷ്ടമായത് അന്നാണ്. 44 വീടുകൾ പൂർണ്ണമായും 28 എണ്ണം ഭാഗികമായും തകർന്നു. 18 ദിവസത്തെ തിരച്ചിലിനു ശേഷവും മൺകൂനകൾക്കിടയിൽ നിന്നും 11 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായില്ല. മലമുകളിൽ 1.5 മീറ്ററോളം കനത്തിലുണ്ടായിരുന്ന മേൽമണ്ണിന് താഴെ നിറയെ ഉരുളൻകല്ലുകളും പാറകളുമായിരുന്നു. മണ്ണിടിഞ്ഞു വീണ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളും പാറകളും ഒന്നാകെ താഴെയുണ്ടായിരുന്ന കുടിലുകളെയും ചെറുവീടുകളെയും തൂത്തെറുത്തിക്കളഞ്ഞു. മുത്തൻകുന്നി എന്ന വലിയ മലയിലാകെ തിങ്ങി നിറഞ്ഞിരുന്ന വെള്ളം ഒന്നാകെ കുത്തിയൊലിച്ച് പാഞ്ഞു വന്നു. ആ കുത്തൊഴുക്കിൽ തോർന്നു പോയത് 59 ജീവനുകളാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കെ കവളപ്പാറ ദുരന്തത്തിൻ്റെ 5-ാം വർഷത്തിൽ അതിലേറെ അത്ഭുതം മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ച ഉരുൾപൊട്ടലിൽ തെറിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങളും ശരീരഭാഗങ്ങളും മുത്തപ്പൻ കുന്നിന് താഴെയുള്ള ചാലിയാറിലൂടെ ഒഴുകിയെത്തിയതാണ്. വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം 10 ലക്ഷം നഷ്ടപരിഹാരം ലഭിച്ചു. 4 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 6 ലക്ഷം രൂപ വീട് വെക്കാനും. മരിച്ചവരുടെ ബന്ധുക്കൾക്കും സർക്കാർ സഹായം കിട്ടി. കവളപ്പാറ പട്ടികവർഗ കോളനിക്കാരായ 33 കുടുംബങ്ങൾക്ക് ഉപ്പട ആനക്കല്ലിലാണ് പുനരധിവാസം ഒരുക്കിയത്. 10 സെൻറ്റ് മുതൽ 2 ഏക്കർ വരെ ഭൂമി നഷ്ടപ്പെട്ട കവളപ്പാറക്കാരുണ്ട്. അവർക്ക് നഷ്ടപരിഹാരമോ പകരം ഭൂമിയോ കിട്ടിയില്ല. പഴയ ഭൂമി തിരിച്ചു കിട്ടാൻ കേസ് നടത്തുകയാണ് അവരെല്ലാം. ചിലർ തങ്ങളുടെ സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ട്. പാവങ്ങളായിരുന്നു അന്ന് പോയതിലേറെയും. ആ മലഞ്ചെരിവിൽ താമസിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. നല്ല വീടുകളും സ്ഥലവും ഉണ്ടായിരുന്നവർക്ക് അതിന് തക്ക നഷ്ടപരിഹാരമൊന്നും കിട്ടിയില്ല. കുടിലുകളിൽ കഴിഞ്ഞിരുന്നവരിൽ അവശേഷിച്ചവർക്ക് അവിടെയും ഇവിടെയുമൊക്കെയായി താമസ സൗകര്യം കിട്ടി. ആ മലഞ്ചെരിവ് ഒന്നാകെ ആളുകളുടെ കൃഷിഭൂമിയായിരുന്നു. 19 ഏക്കറിലധികം സ്ഥലം അവിടേക്കിപ്പോൾ ആരും പോകാറില്ല. മുത്തൻകുന്നിന് താഴെയുണ്ടായിരുന്ന റോഡും തോടും എല്ലാം മണ്ണും മരങ്ങളും വന്നു നിറഞ്ഞു. മലയുടെ താഴ്വാരത്തിലൂടെ പോയിരുന്ന ചെറിയ നാട്ടുവഴിക്കിപ്പുറം 10-20 ഏക്കറോളം പ്രദേശത്തേക്കാണ് മണ്ണും കല്ലും മരങ്ങളുമെല്ലാം വന്നു വീണത്. 5 കൊല്ലം മുൻപ് ഒരേ മട്ടിൽ റബ്ബർ മരങ്ങളായിരുന്ന മലഞ്ചെരിവാണ്. മലയുടെ മൂക്ക് പോലെ നിന്ന ചെറിയൊരു ഭാഗം തുടരെ പെയ്ത മഴയിൽ പൊട്ടിയൊലിച്ച് വീഴുകയായിരുന്നു. ആകെ ഒരു 4-5 ഏക്കറോളം വരുന്നത്രയും ഭാഗമാണ് പൊട്ടിത്തകർന്നു വീണത്. അവിടെ മാത്രം ഇപ്പോൾ മരങ്ങളൊന്നുമില്ല. മണ്ണിനടിയിൽ തെളിഞ്ഞ പാറ മാത്രം. അതിനു താഴെ മലയിടിഞ്ഞു വീണ് തൂർന്നു പോയ ചെരുവുകളിലും മരങ്ങളൊന്നുമില്ല. അവിടെയാണ് സായാഹ്നവെയിലിൻ്റെ തെളിഞ്ഞ നിറത്തിൽ നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നത്. 2 വശത്തും പച്ച നിറത്തിൽ റബ്ബർ മരക്കാടുകളാണ്. നടുവിൽ നെടുങ്കൻ ത്രികോണം പോലെ മണ്ണിൽ തെളിഞ്ഞ് പാറകൾ കാണാം. താഴെ 2 വശത്തായി മനോഹരമായ തെളിഞ്ഞ പച്ചപ്പ്. 5 കൊല്ലം കൊണ്ട് കവളപ്പാറയിലെ മുത്തൻകുന്നിനുണ്ടായ ചെറിയൊരു മാറ്റം ഇതുമാത്രമാണ്.